നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവുനായ ശല്യം അടിയന്തരമായി പരിഹരിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷനിൽ 2 കന്റോൺമെന്റ് പരിധിയിൽ 1 ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കും. ഷെൽട്ടർ ഹോമുകൾ 2 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കൂത്തുപറമ്പ് കായലോട് സദാചാര ആക്രമണത്തിൽ മനംനൊന്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. നിത്യേന എത്തുന്നത് ആയിരക്കണക്കിന് ആളുകൾ. സഹോദരിയുടെ മകളെ അടിക്കുകയും തടയാൻ ശ്രമിച്ച വനിതാ പോലീസിനെ തള്ളിയിടുകയും ചെയ്ത കേസിൽ യുവതി അറസ്റ്റിലായത് വടക്കുംപാട് കാരാട്ടുകുന്ന് സ്വദേശിനി പി റസീന. വാർത്തകൾ വിശദമായി. തെരുവുനായ ശല്യം അടിയന്തരമായി പരിഹരിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷനിൽ 2 കന്റോൺമെന്റ് പരിധിയിൽ 1 ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുമെന്ന് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. 2 ദിവസത്തിനുള്ളിൽ 3 ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിച്ച് നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി ഇവിടേക്ക് മാറ്റും. ജില്ലയിലെ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാക്സിനേഷൻ പ്രവർത്തികൾക്ക് കോർപ്പറേഷനിൽ നോഡൽ ഓഫീസർക്ക് ചുമതല നൽകും. കോർപ്പറേഷനിൽ ABC കേന്ദ്രം തുടങ്ങുക, മാലിന്യം വലിച്ചെറിയുന്നത് കർശനമായി തടയുക, ദുരന്ത നിവാരണ നിയമപ്രകാരം കളക്ടർ ഉത്തരവ് പ്രഖ്യാപിക്കും. കളക്ടർ മോണിറ്ററിംഗ് കമ്മിറ്റി അധ്യക്ഷനായി സ്ഥിതിഗതികൾ നിരീക്ഷിക്കും. തെരുവുനായ ശല്യം രൂക്ഷമാകാതെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ ജനങ്ങൾക്ക് നടന്നു പോവാനാവാത്ത സ്ഥിതി ഉണ്ടാവുമെന്ന് മന്ത്രി പറഞ്ഞു. പിടികൂടുന്ന തെരുവുനായകൾക്ക് ഷെൽട്ടറിൽ തന്നെ ഭക്ഷണം എത്തിക്കുമെന്നും ഭക്ഷണം പുറത്ത് വലിച്ചെറിയരുതെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യം വലിച്ചെറിയുന്നത് കർശനമായി തടയും. ആ മാലിന്യങ്ങൾ അനധികൃതമായി വലിച്ചെറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പം മനുഷ്യന്മാരെ കടിച്ചു എന്നുള്ള പ്രശ്നം കൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധേയമായത്. അല്ലാതെ നമ്മൾ വലിച്ചെറിയുന്ന അശ്രദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ അതാണ്. അപ്പോൾ റെയിൽവേൻ്റെ അധികാരികളുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളുടെ ഈ മാലിന്യങ്ങളും പട്ടികളുടെ ശല്യവും എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇത് ദുരന്ത നിവാരണ നിയമപ്രകാരം അതിൻ്റെ ഒരു ഓർഡർ നമ്മുടെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കും. കളക്ടർ ഈ പരിപാടികൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുകയും മോണിറ്ററിംഗ് നടത്തുകയും ചെയ്യും. ആ നിലക്കുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പൊതുവായി ചർച്ച നടത്തുകയും ഓരോ പ്രദേശത്തെയുള്ള ഗൗരവവും പ്രാധാന്യം അതിൻ്റെ സങ്കീർണതയൊക്കെ ചർച്ച ചെയ്ത് ഊഹിച്ചൊരു സാങ്കല്പികമായിട്ടല്ലേ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല നിർവഹിക്കണ്ടേ. തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾ ഏതായിരുന്നാലും അവരുടേതായ ചുമതല നിർവഹിക്കണ്ടേ. ജനങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും, അല്ലെ പട്ടികളിൽ നിങ്ങളുടെ പ്രതികരണം വിചാരിച്ചിട്ട്. നഗരപ്രദേശങ്ങളിൽ ഉണ്ടായ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കുപറ്റിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ യോഗത്തിനെത്തിയില്ല. KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി കമ്മീഷണർ പി നിതിൻ രാജ്, കന്റോൺമെന്റ് CEO മാധവി ഭാർഗവ്, റെയിൽവേ മാനേജർ സജിത്, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ സുരേഷ് ബാബു ഇളയാവൂർ, സെക്രട്ടറി വിനു C. കുഞ്ഞപ്പൻ, ജില്ലാ ആരോഗ്യ, മൃഗസംരക്ഷണ, തദ്ദേശ സ്വയംഭരണ, റെയിൽവേ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കൂത്തുപറമ്പ് കായലോട് സദാചാര ആക്രമണത്തിൽ മനംനൊന്ത് യുവതി ആത്മഹത്യ ചെയ്തതിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. അറസ്റ്റിലായ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് വ്യക്തമാക്കി. സദാചാര ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും ആത്മഹത്യക്ക് കാരണം ആൺസുഹൃത്താണെന്നുമാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം. ജീവനൊടുക്കിയ റസീനയുടെ ആത്മഹത്യാക്കുറിപ്പാണ് കേസിലെ നിർണായക തെളിവ്. ഞായറാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തെക്കുറിച്ച് 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ റസീന വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്.
ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് SDPI പ്രവർത്തകരായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടെ പ്രതികളെത്തി പരസ്യമായി അവഹേളിച്ചു. ഇതിലെ മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തുടർന്ന് യുവതിയുടെ സുഹൃത്തായ റഹീസിനെ പ്രതികൾ മർദ്ദിച്ചെന്നും ഫോണും ടാബും കൈക്കലാക്കിയെന്നും പോലീസ് പറയുന്നു. ഈ കേസിൻ്റെ ആസ്പദമായിട്ടുള്ള സംഭവം കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കായലോട് വച്ച് ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീയും അവരുടെ ഒരു സുഹൃത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് 3 ബൈക്കുകളിലായിട്ട് ആൾക്കാർ വരികയും ഇവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളൊക്കെയും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെ തൊട്ടടുത്ത ദിവസം, എന്നാൽ തിങ്കളാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച പുലർച്ചെയോ ഇടയിലുള്ള ഒരു സമയത്താണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത്. ഈ മരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ സൂയിസൈഡൽ നോട്ട് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. യുവതിയുടെ സുഹൃത്തിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. റസീനയെ സാമ്പത്തികമായും ശാരീരികമായും യുവാവ് ചൂഷണം ചെയ്തെന്ന് കുടുംബം ആരോപിക്കുന്നു. നമ്മളെ മോളൊക്കെ നഷ്ടപ്പെട്ടില്ലേ, ഒറ്റ മോളേ ഉള്ളൂ, മോളും ഒരു മോനുമാണ്. അപ്പോൾ അതിൽ നമുക്ക് വളരെ പരാതിയുണ്ട്. നമ്മൾ നാളെ പോയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. നമ്മളെ വക്കീലിനെ എന്താണ് മകളെ മരണത്തിലേക്ക് നയിച്ച മനോവിഷമം എന്താണെന്നാണ് മോക്കോ? മോളെ ഒരു വിഷമം നമ്മുടെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല. തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് ഒന്നും പറയില്ല, ഒരു കാര്യവും പറയാറില്ല. ചെക്കനുമായിട്ട് കൂട്ടുകെട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായിപ്പോൾ. നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട് അല്ലൊക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. കൂടുതൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. ഞാൻ അങ്ങനെ പാവം കുട്ടികളെ ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ചേച്ചിയുടെ മക്കളാണ്. അവരെ നല്ലതിന് വേണ്ടി ചെയ്തത്. ഇവർ പല കുടുക്കിയിരിക്കുക, പാർട്ടിക്കാർ കൊടുക്കുക. ഇപ്പം അറസ്റ്റിലായിട്ടുള്ളവർ യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. അവരെങ്ങനെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇത് ഇടപെട്ടത്? ഇവർ കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പെങ്ങളല്ലേ ഇത്, ചേച്ചിയുടെ പിള്ളേരാണല്ലോ. അപ്പോൾ സ്വന്തം പിള്ളേരായത് കാരണം ഇവർ ഒരു നാണക്കേടിൽ കാരണം ഇനി എന്താ ഇവിടെ കൂടെ കാണുന്നു ചോദിച്ചു പറയും. പിന്നെ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് രണ്ടാളും പറഞ്ഞ്. ഇതുമായി ബന്ധപ്പെട്ട് റസീനയുടെ മാതാവ് തലശ്ശേരി ACPക്ക് പരാതി നൽകി. കുടുംബത്തിന്റെ പരാതിയും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. അന്വേഷണത്തിനായി തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മഴക്കാലത്തെ ഉത്സവമെന്നും മഴയുടെ ഉത്സവമെന്നും അറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ഭക്തരുടെ പ്രവാഹമാണ്. ക്ഷേത്രമില്ല ക്ഷേത്രമെന്നും ദക്ഷിണ കാശിയെന്നുമൊക്കെ വിളിക്കപ്പെടുന്ന ഇവിടേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് നിത്യേന എത്തുന്നത്. വൈശാഖ ഭൂമി മഴയിൽ കുളിച്ച് ഉത്സവത്തിലാണ്. ആ വിശ്വാസമഴയിൽ കുതിരാനും പ്രകൃതിയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ അലിയാനും ഭക്തരെത്തുമ്പോൾ അക്കരെ കൊട്ടിയൂർ വിശ്വാസ സാഗരമാകുന്നു.
എല്ലാം പരിസ്ഥിതിക്ക് അനുയോജ്യമായിരിക്കണമെന്ന ചിന്ത ഏറിവരുന്ന ഇക്കാലത്ത് ഏറ്റവും പരിസ്ഥിതി ബന്ധം പുലർത്തുന്ന ഉത്സവവും ഇതായിരിക്കും. പൂജകളും ആചാരങ്ങളും പാരമ്പര്യങ്ങളുമെല്ലാം പരമ്പരാഗത രീതിയിൽ തുടരുന്നു. മറ്റു ക്ഷേത്രങ്ങളുടേതുപോലെ തലയെടുപ്പുള്ള കെട്ടിടമോ കൊത്തുപണികളോ ചുറ്റമ്പലമോ ഒന്നുമില്ല. പ്രകൃതി തന്നെയാണ് ഇവിടെ ഈശ്വര സാന്നിധ്യം. ജൂൺ 20 രേവതി ആരാധന, 24 രോഹിണി ആരാധന, 26 തിരുവാതിര ചതുശതം, 27 പുണർദം ചതുശതം, 28 ആയില്യം ചതുശതം, 30 മകം കലംവരവ് കലംപൂജ, ജൂലൈ 3 അത്തം ചതുശതം, വാളാട്ടം, കലശപൂജ, 4 തൃക്കലശാട്ടത്തോടെ ഉത്സവം സമാപിക്കും. സഹോദരിയുടെ മകളെ അടിക്കുകയും തടയാൻ ശ്രമിച്ച വനിതാ പോലീസിനെ തള്ളിയിടുകയും ചെയ്ത കേസിൽ യുവതി അറസ്റ്റിൽ. തലശ്ശേരി വടക്കുംപാട് കാരാട്ടുകുന്ന് സ്വദേശിനി പി റസീനയെയാണ് ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തത്. വനിതാ SIയെ മർദ്ദിച്ചതുൾപ്പെടെ നിരവധി കേസിൽ പ്രതിയാണ് റസീന. പണം ആവശ്യപ്പെട്ട് ഉമ്മയെയും സഹോദരിയെയും ആക്രമിക്കുന്നതായുള്ള വിവരത്തെ തുടർന്നാണ് ധർമ്മടം പോലീസ് കഴിഞ്ഞ ദിവസം വടക്കുംപാടെ കാരാട്ടുകുന്നിലെ റസീനയുടെ വീട്ടിലെത്തിയത്. പോലീസ് എത്തിയപ്പോൾ സഹോദരിയുടെ മകളെ മർദ്ദിക്കുന്നതായിരുന്നു കണ്ടത്. ഉടൻ വനിതാ പോലീസ് ഇടപെട്ട് കുട്ടിയെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ചു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെയും തള്ളി താഴെയിട്ടു. ഇതിനിടെ വീടിന്റെ ജനൽ ഗ്ലാസുകളും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസും അടിച്ചു പൊളിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിലാണ് റസീനയുടെ സഹോദരി റഫീനയുടെ പരാതിയിൽ ധർമ്മടം പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വനിതാ SIയെ മർദ്ദിച്ച കേസിലും മദ്യപിച്ച് പൊതുനിരത്തിൽ ബഹളം ഉണ്ടാക്കുക, അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കുക തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ റസീന. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി മൊകേരി ഗ്രാമപഞ്ചായത്തിന്റെയും മൊകേരി ഹോമിയോ ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. മൊകേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിന് ആചാരാനുഷ്ഠാനങ്ങൾ നമ്മളതൊന്നും അറിയുന്നില്ല. ആചാരാനുഷ്ഠാനങ്ങൾ അത് ഖുർആനിലും ബൈബിളിലും അതുപോലെ ഭഗവതിയിലൊക്കെ തന്നെ പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണ് എല്ലാ ജനങ്ങളും പറഞ്ഞത്. പക്ഷെ അതിനേക്കാളൊക്കെ അതിനെക്കൊണ്ടുള്ള എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് കിട്ടാൻ പോകുന്നത് അത് എവിടെയും പറഞ്ഞില്ല. പക്ഷെ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് അറിയാം എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമാണ്. ശരീരവും മനസ്സും ഒരുപോലെ നിൽക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം അതോടൊപ്പം തന്നെ നമ്മുടെ എന്ത് ചെയ്യാനും സാധിക്കും. എന്ത് ചെയ്യാൻ പ്രസൻസ് ഓഫ് മൈൻഡ് മാനസികമായിട്ട് സന്ദർഭോചിതമായിട്ട് പെരുമാറാൻ. അതുകൊണ്ട് തന്നെ ശരീരം നല്ല ഫ്ലെക്സിബിളുമാണ്. ഏത് ചലനത്തിലും ഏത് വിധത്തിലും നമുക്ക് ഒഴിക്കാനും ജയിക്കാനും ഒക്കെ തന്നെ കഴിയുന്നതിലേക്ക് നമ്മുടെ ശരീരത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളിലൊന്നും കാണില്ല. പിന്നെ ഒരു ചിട്ടയായ പ്രവർത്തനം. നമുക്ക് എന്തിനും ചിട്ടമാണ്. ഞാനതാണ് പറഞ്ഞത് രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ച് എന്റെ മുമ്പിലിരിക്കുന്ന പ്രവർത്തന സ്ത്രീകളാണ്. മുറ്റമടിച്ചു വരുന്നവരായിരുന്നു നമ്മൾ. ഇപ്പോഴില്ല കോട്ടയം മുറ്റമടിച്ചു വാരി അതിന്റെ ശബ്ദം കേട്ടിട്ടായിരുന്നു ഞാൻ പണ്ടൊക്കെ തന്നെ ഓർക്കുകയാണ്. അമ്മ രാവിലെ എഴുന്നേറ്റ് 4:30 മണിക്ക് എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ചു വാരി വളരെ വൃത്തിയാക്കിയാണ്. പലതരത്തിലൊരു കാലഘട്ടം കഴിഞ്ഞ് പോയി പിഴങ്ങുന്നതല്ല എന്നതുകൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഏത് ആചാരാനുഷ്ഠാനങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് M. രാജശ്രീ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VP റഫീഖ്, ഷൈനി, VP പ്രസന്ന ദേവരാജ്, KV മുകുന്ദൻ, അംഗങ്ങളായ ഷിജിന പ്രമോദ്, N. വനജ എന്നിവർ സംസാരിച്ചു. യോഗ ട്രെയിനർ K. സപ്ന യോഗ പ്രദർശനത്തിന് നേതൃത്വം നൽകി. ആയുഷ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടീന ടീറ്റസ് സ്വാഗതവും VK ഷീജ നന്ദിയും പറഞ്ഞു. പാട്യം പഞ്ചായത്ത് യോഗ സെന്ററിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പാട്യം പഞ്ചായത്ത് യോഗ സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ മാനസിക സംഘർഷത്തിൽ
ചെറിയ മെന്റൽ സ്ട്രെസ് അതാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. ഓൺലി ബിക്കോസ് ഓഫ് മെന്റൽ സ്ട്രെസ്, മാനസിക സംഘർഷം. പക്ഷേ മാനസിക സംഘർഷത്തിൽ നമ്മൾ എപ്പോഴും രക്ഷപ്പെടാൻ പാടില്ല. എന്നാൽ പോലും തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്കും നമുക്ക് രക്ഷപ്പെടാൻ. അപ്പൊ ഇതിലൊക്കെ ഒരു ഒറ്റമൂലി, അതിനാണ് അങ്ങനെ പറയാം, യോഗയെക്കുറിച്ചുള്ള ഒറ്റമൂലി യോഗ. അപ്പൊ യോഗ നമ്മൾക്ക് ശീലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ രാവിലെ എഴുന്നേൽക്കുന്നത് കൂടുതൽ അതിന്റെ ഭാഗമായി കൊടുക്കണം. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളിലേക്ക് ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് മനസ്സിന് സുഖമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, വില്ലേജ് ഓഫീസർ ലക്ഷ്മണൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാജി നായർ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുനീറ, വാർഡ് അംഗങ്ങളായ ഫൈസ് അരുൾ, പ്രസീത, അജിത, രതി എന്നിവർ സംസാരിച്ചു. യോഗ ട്രെയിനർ സജിത സ്വാഗതവും പ്രഭാകരൻ കക്കോത്ത് നന്ദിയും പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ ചടങ്ങും നടന്നു. സ്കൂളുകളിൽ വായനയുടെ വസന്തം തീർക്കാൻ കഥ പെയ്യുന്ന സ്കൂൾ വരാന്തകൾ. പാനൂർ ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഉപജില്ലയിലെ അധ്യാപകർ തന്നെ രചന നിർവഹിച്ച ഒരു കഥാസമാഹാരം പുറത്തിറങ്ങുന്നു. ജൂൺ 28 ശനിയാഴ്ച വിളക്കോട്ടൂർ UP സ്കൂളിൽ പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും. പാനൂർ AEO ബൈജു കേളോത്തിന്റെ ആശയ സാക്ഷാത്കാരം കൂടിയാണ് ഈ പുസ്തകം. കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബൈജു കേളോത്തിന്റെ നേതൃത്വത്തിൽ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന വിദ്യാരംഗം പ്രവർത്തകരുടെ ഒരു യോഗത്തിൽ കുട്ടികളിൽ പുസ്തക വായന പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചയിൽ AEO ബൈജു കേളോത്ത് തന്നെയാണ് അധ്യാപകരുടെ ബാലകഥകൾ അടങ്ങിയ ഒരു സമാഹാരം തയ്യാറാക്കാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. വിദ്യാരംഗം പ്രവർത്തകർ അത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് ബൈജു കേളോത്ത് പറഞ്ഞു. കുട്ടികളിൽ വായനയോടുള്ള താല്പര്യം വളർത്താനും ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കാനും വേണ്ടി പാനൂർ ഉപജില്ലയിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. പാനൂർ ഉപജില്ലയിലെ 30ഓളം അധ്യാപകർ എഴുതിയ കഥ പെയ്യുന്ന സ്കൂൾ വരാന്തകൾ എന്ന കഥാസമാഹാരം ഈ വായനാ വാരത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദി അധ്യാപകർക്ക് വേണ്ടി കഥയുടെ പണിപ്പുര എന്ന ശില്പശാല നടത്തുകയും അധ്യാപകർ കഥയെഴുതുകയും പിന്നീട് കുട്ടികളുടെ ചിത്രീകരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കഥയുടെ വർണ്ണങ്ങൾ എന്ന ഒരു ശില്പശാല നടത്തുകയും ഈ കഥാസമാഹാരം കുട്ടികളുടെ പഠന പ്രവർത്തനത്തിനായി സ്കൂളിലേക്ക് നൽകുകയും ചെയ്യുകയാണ്. തുടർന്ന് അധ്യാപകരിൽ നിന്ന് രചനകൾ ക്ഷണിക്കുകയും എഴുത്തിൽ താൽപര്യമുള്ള അധ്യാപകർക്കായി കഥയുടെ പണിപ്പുര എന്ന പേരിൽ പാലത്തായി UP സ്കൂളിൽ രചനാ ശില്പശാല സംഘടിപ്പിക്കുകയും ചെയ്തു. ശില്പശാലയിൽ രാജു കാട്ടുപുനം, ഉമ്മുകുൽസു VK എന്നിവർ രചനയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് അധ്യാപകർക്കായി കഥാരചന മത്സരം സംഘടിപ്പിക്കുകയും വിജയികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അധ്യാപകരുടെ കഥകൾക്ക് കുട്ടികൾ തന്നെ ചിത്രം വരയ്ക്കുക എന്ന അഭിപ്രായത്തിൽ ഏപ്രിലിൽ കഥയുടെ വർണ്ണങ്ങൾ എന്ന പേരിൽ കുട്ടികൾക്കായി ഒരു രചനാ ശില്പശാല പാലക്കുൽ UP സ്കൂളിൽ സംഘടിപ്പിച്ചു. ചിത്രകലാധ്യാപകൻ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്. കഥാകൃത്തുകളിൽ ആദ്യമായി എഴുതുന്നവരും എഴുതി തെളിഞ്ഞവരുമുണ്ട്. കുട്ടികളോടൊപ്പം മുതിർന്നവരും പക്ഷി മൃഗാദികളുമൊക്കെ കഥാപാത്രങ്ങളാണ്. വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ KM സുനിലിന്റെയും ജില്ലാ സമിതി അംഗം T അനിൽകുമാറിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. നമുക്ക് കുട്ടികൾക്കായി ഒരു കഥാസമാഹാരം പുറത്തിറക്കണം. അധ്യാപകർ എഴുതിയ കുട്ടികൾക്ക് അനുയോജ്യമായ കഥകൾ എന്ന രീതിയിൽ പുസ്തകർക്കുന്ന ആശയം വെച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമായി. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇതുപോലെ ശില്പശാലകൾ നിരവധിയായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് കുട്ടികളടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് അവധിക്കാലത്ത് ഒരു ശില്പശാല നടത്തിക്കൊണ്ട് പാലത്തെ UP സ്കൂളിൽ
കഥയുടെ പണിപ്പുര എന്ന ശില്പശാല നടത്തി. സാഹിത്യകാരനായ രാജു കാട്ടൂർ സാറും അതേപോലെ ഉമ്മക്കുസ് ടീച്ചറുമാണ് ആ കഥയുടെ പണിപ്പുര എന്ന ശില്പശാല നയിച്ചത്. ആ മോട്ടിവേഷന്റെ ഭാഗമായിട്ട് പിന്നീട് അധ്യാപകർ ധാരാളം കഥകൾ എഴുതി, അതൊക്കെ എഡിറ്റ് ചെയ്തു. അങ്ങനെ അവർക്ക് 1, 2, 3 സ്ഥാനം നിന്ന അധ്യാപകർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അതിനുശേഷമാണ് കുട്ടികൾക്ക് ഈ ശില്പശാല നയിച്ചുകൊണ്ട്, ശില്പശാല നടത്തിക്കൊണ്ട് കുട്ടികൾ ചിത്രം വരച്ചത്. ആകർഷകമായ ചിത്രം കുട്ടികൾ വരച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 100ഓളം പേജുകളുള്ള ഒരു മനോഹരമായ പുസ്തകമാണ് ഇറങ്ങുന്നതെന്ന് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ഉദ്ഘാടനം, പ്രകാശനം ഈ ജൂൺ മാസം ലാസ്റ്റ് ഈ വിളക്കോട്ട് പീസ് വെച്ച് നടത്തുകയാണ്. കേവലം ഒരു പുസ്തക പ്രകാശനപ്പുറം ഈ പുസ്തകം എല്ലാ കുട്ടികളിലും, ഉപജില്ലയിലെയും മറ്റ് പുറത്തുള്ള എല്ലാ കുട്ടികളിലും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വിദ്യാരംഗത്തിന്റെ ഈ പുതിയ കമ്മിറ്റിക്ക് ഉണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിലെ വായനയിലേക്ക് നയിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് പാനൂർ ഉപജില്ലാ കമ്മിറ്റി ഈ അടുത്ത അക്കാദമിക വർഷം. കഥാപാത്ര നിരൂപണം, ചിത്രരചന, കഥാചർച്ച, കഥയിലൂടെ നീളുന്ന അഭിമുഖങ്ങൾ, അതോടൊപ്പം രചനാപരിചയം എന്ന പുതിയ അനുഭവം, ഇവയൊക്കെ കുട്ടികളിൽ എത്തിച്ച് അതുവഴി പുസ്തകം കുട്ടികളുടെ മനസ്സിലെത്തിക്കുക എന്നുള്ളതാണ്. അതിനായി ഓരോ അധ്യാപകരും രക്ഷിതാക്കളും ഈ പുസ്തകത്തോട് ചേർന്ന് നിൽക്കണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ചീഫ് എഡിറ്റർ MD അനിതയും സബ് എഡിറ്റർ KT ശ്രീവത്സനുമാണ്. പാനൂർ അക്കാദമിക് കൗൺസിലാണ് പ്രസാധകർ. വായനാവാരത്തിൽ വിളക്കോട്ടൂർ UPയിൽ ജൂൺ 28 നടക്കുന്ന വിദ്യാരംഗം പ്രവർത്തനോദ്ഘാടനത്തിൽ ഉപജില്ലയിലെ 30 അധ്യാപകർ എഴുതിയ ഈ കഥാസമാഹാരത്തിന്റെ പ്രകാശനവും നടക്കും. ക്ലാസ് മുറിയിലെ കഥകൾ പറയുന്നവര് നല്ല എഴുത്തുകാരും ആകാൻ സാധ്യതയുണ്ട്. അവരുടെ സർഗശേഷി ഒരുപക്ഷെ എഴുതാത്തത് കൊണ്ട് പുറത്തു വരാത്തതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരിൽ നിന്നാണ് ഞങ്ങൾ കഥകൾ ക്ഷണിച്ചത്. അപ്പം ഒരുപാട് കഥകൾ, 30ഓളം കഥകൾ ഈ പുസ്തകത്തിൽ, കഥ പെയ്യുന്ന സ്കൂൾ വരാന്തകൾ എന്ന പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഒരു പലതരത്തിലുള്ള പ്രമേയങ്ങള്, ഇപ്പം കുട്ടികളുടെ കുഞ്ഞു മനസ്സുകളുടെ സങ്കടങ്ങള്, പിന്നെ ദുരന്തം, പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട അത്, പിന്നെ പക്ഷിമൃഗാദികളുടെ ജീവിതം, പിന്നെ യുദ്ധം, ഇതൊക്കെ ഇത്തരം പ്രമേയങ്ങളൊക്കെ കഥകളിൽ വരുന്നുണ്ട്. ഈ കഥകള് കുട്ടികളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും, വായനക്കാർക്കൊരു നവ്യാനുഭവമായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. ടു നോ മോർ, കോൺടാക്ട് us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്
ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. തിരികെ വാർത്തകളിലേക്ക്. തിരുവങ്ങാട് ചാലിയ UP സ്കൂൾ വായനാദിന മാസാചരണ പരിപാടികൾക്ക് തുടക്കമായി. പ്രശസ്ത തെയ്യം വാദ്യകലാകാരൻ AP വിജേഷ് ഉദ്ഘാടനം ചെയ്തു. തിരുവങ്ങാട് ചാലിയ UP സ്കൂൾ വായനാദിന മാസാചരണത്തിന്റെ ഉദ്ഘാടനം തെയ്യം വാദ്യകലാകാരൻ AP വിജേഷ് നിർവഹിച്ചു. എല്ലാവർക്കും പോവാം. അവിടെ ഇന്ന് മതത്തിനോ ജാതിക്കോ ഒന്നും പ്രശ്നമില്ല, എല്ലാവർക്കും അവിടെ പോവാം കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയും ഇതേപോലത്തെ ഒരു ഇതുണ്ട്. ഇന്ന് ചെമ്പൊക്കെ മേഞ്ഞിട്ട് നല്ല അടിപൊളിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അത് ഓലയായിരുന്നു, ഓലയില്ലേ, ഓല മണിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഓടാക്കി, അതിനുശേഷം അത് ചെമ്പാക്കി. അതിനുള്ളിലും തെയ്യങ്ങളൊക്കെ ഓരോ രൂപങ്ങളായിട്ട് പിന്നെയാണ് വരുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് അറിയുന്ന തെയ്യത്തിന്റെ പേര് പറഞ്ഞേക്കുക. കൈതച്ചാവണ്ടി, കോതി. VM പ്രീത അധ്യക്ഷയായി. പ്രജീഷ് വേങ്ങ, MV ദീപ എന്നിവർ സംസാരിച്ചു. വിവിധ ഭാഷാദിന പത്രങ്ങളുടെ പ്രദർശനം, നമ്മുടെ തെയ്യങ്ങൾ ഫോട്ടോ പ്രദർശനം, തെയ്യം വാദ്യോപകരണങ്ങളുടെ പരിചയപ്പെടൽ, വായനാദിന പ്രതിജ്ഞ എന്നിവയും നടന്നു.
പിണറായി ഗ്രാമപഞ്ചായത്ത് പാലയാട് അസാബ് NTTF കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുമായി സഹകരിച്ച് ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. പിണറായി കൺവെൻഷൻ സെന്ററിലാണ് സെമിനാർ നടന്നത്. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹംസ അധ്യക്ഷനായി. സ്കിൽ ട്രെയിനിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ അനന്തമായ ജോലി സാധ്യതകളെക്കുറിച്ചും NTTF പ്രിൻസിപ്പൽ R അയ്യപ്പൻ വിഷയാവതരണം നടത്തി. കുട്ടികളിലെ നൈപുണ്യശേഷിയെ കണ്ടെത്തി പരിപോഷിപ്പിക്കുക, അതിൽ കൃത്യതയോടെ ശാസ്ത്രീയമായ രീതിയിൽ പരിശീലനത്തിന് സജ്ജരാക്കുക, സിലബസിനപ്പുറമുള്ള യഥാർത്ഥ തൊഴിൽ അന്തരീക്ഷത്തിന്റെ പ്രാഥമിക അനുഭവമാണ് ഇത്തരം പരിപാടികളിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. പുതിയ തലമുറകൾക്ക് സ്വയം സംരംഭകരാകുന്നതിനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചത്. NTTF സീനിയർ ഓഫീസർ വികാസ് പാലേരി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ സെമിനാറിൽ പങ്കെടുത്തു. പ്രവർത്തിപ്പിക്കാൻ അറിയണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നിരന്തരം യാത്ര ചെയ്യാൻ പറ്റണം. എനിക്ക് ജോലി തലശ്ശേരി തന്നെ വേണം. അമ്മ വേങ്ങാട് ദർഗാ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്രത്ത് ഷൈഖ് അബ്ദുള്ള ഷാ ഖാദിരി അൽ ഖദീരി ഉപ്പാവ കല്ലായിയുടെ 17ാമത് ഉറൂസിന്റെ ഭാഗമായി മതസൗഹാർദ്ദ സമ്മേളനം നടന്നു. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം KV സുമേഷ് MLA നിർവഹിച്ചു. ഇന്ത്യയെ പോലൊരു മഹത്തായ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പഠിക്കുന്നവരാണ് നമ്മൾ. വലിയ ബൃഹത്തായ വിശ്വാസങ്ങൾ, ആരാധനകൾ, വിശ്വാസ രീതികളുള്ള ഒരു നാടാണ് നമ്മുടെ രാജ്യം. ഏതാണ്ട് 116ഓളം പ്രാദേശിക ഭാഷകൾ നമുക്കുണ്ട്. 16ലേറെ വളരെ പ്രധാനപ്പെട്ട മതവിശ്വാസങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് സിന്തസിസ് ഈസ് അവർ ട്രഡീഷൻ എന്നാണ്. വൈവിധ്യപൂർണമായ ഒരു ജീവിത സംസ്കാരമാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യം എന്നത്. ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, യുണൈറ്റഡ് വി സ്റ്റാൻഡ് എന്ന വളരെ ശ്രദ്ധേയമായ, വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി P ബാലൻ, കൂത്തുപറമ്പ് ACP KV പ്രമോദൻ എന്നിവർ മുഖ്യാതിഥികളായി. ജാനിഷീനെ ഉപ്പാവെ മസിഹ സത്താർ ഷാ ഖാദിരി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഡിഗ്രി, +2, SSLC, LSS, USS ഉന്നത വിജയികളായവരെ ചടങ്ങിൽ AKG ആശുപത്രി പ്രസിഡന്റ് P പുരുഷോത്തമൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട്, അമീൻ മൗലവി എറണാകുളം, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത, വേങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K പത്മനാഭൻ മാസ്റ്റർ, P പവിത്രൻ, അപ്പച്ചൻ നിർമ്മലഗിരി, ഫൈസൽ പുനത്തിൽ, NK മധു, പ്രദീപൻ തൈക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. AT അബ്ദുൾ അസീസ് ഹാജി സ്വാഗതവും PV റൌഫ് നന്ദിയും പറഞ്ഞു. പാനൂർ ഖുതുബിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വായനാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സാംസ്കാരിക പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ ഉദ്ഘാടനം ചെയ്തു. പാനൂർ ഖുതുബിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന വായനാ ദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സാംസ്കാരിക പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ നിർവഹിച്ചു. കൊക്കിന് കഴിയണം. ഇപ്പൊ കവി നമ്മളോട് പറയാണ്, വായിച്ചാൽ നല്ലത് കാണാൻ പറ്റും, തിന്മകൾ മനസ്സിലാക്കാൻ കഴിയും. നന്മകൾ കാണാം, തിന്മകളെ മനസ്സിലാക്കാം. അങ്ങനെ നല്ല വഴിയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് ആര് നമുക്ക് പറഞ്ഞു. അതെ, കവി ഏത് കവി? കടമനിട്ട രാമകൃഷ്ണന്റെ 2 പ്രമുഖമായ പ്രസിദ്ധമായ വരികളാണ്. അതിനേക്കാൾ പ്രിയപ്പെട്ട കവിയുണ്ട്. ആര്? നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഒരു പാവ മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ. അദ്ദേഹം നമുക്ക് ഒരു കവിത പാടിത്തന്നിട്ടുണ്ട്. വായിച്ചാൽ എന്താവും, പഠിച്ചാൽ എന്താവും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ഒന്നിനെ കുറിച്ച് എഴുതിയൊരു കവിതയാണ്. അറിയാമോ നിങ്ങൾക്ക്? ഒന്നിനെ കുറിച്ച് കവി കുഞ്ഞുണ്ണി മാഷ് എഴുതിയൊരു കവിതയുണ്ട്. പാടി നോക്കാം നമുക്ക്. ഒന്നും അറിയില്ല,
ഒന്നെന്ന് അറിയില്ലേ? ഒന്നിനെ കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് പാടി. എന്താ പാടിയത്? ഒന്നെങ്ങനെ എഴുതാം. ഉറക്കെ പാടും. മക്കൾ പാടുന്നില്ല, ഈ ഭാഗത്ത് പാടുന്നില്ല. ഒന്നെങ്ങനെ എഴുതാം, ഒന്നെങ്ങനെ എഴുതാം. സ്കൂൾ വിദ്യാർത്ഥികൾ ലൈബ്രറിയിലേക്ക് നൽകിയ പുസ്തകങ്ങൾ പ്രിൻസിപ്പൽ MT സുലേഖ ഏറ്റുവാങ്ങി. സ്കൂൾ PTA പ്രസിഡന്റ് KT നജീബ് അധ്യക്ഷനായി. സ്കൂൾ ലിറ്റററി ക്ലബ്ബ് അംഗങ്ങളായ രഞ്ജിമ, ബിജിഷ, ബിന്ദു എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ MD സുലേഖ സ്വാഗതം പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ മുന്നോടിയായി കതിരൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗാ ദിനാചരണം കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സാവിത്രി അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സബിന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. യോഗ പരിശീലനത്തിന് ചാരിഷ് ജയൻ നേതൃത്വം നൽകി. ടെൻഷൻ, ഡിപ്രഷൻ അങ്ങനെയുള്ള ആളുകൾക്കുള്ളതുണ്ട്. അതൊക്കെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ യോഗ ഹോളൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ആ രീതിയിലൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ എപ്പോഴും ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഒരുപാട് പരാതികൾ കംപ്ലൈൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ പറയും ഡിസ്പെൻസറിയിൽ വരുമെന്ന് പറയും, പക്ഷെ ആരും വരാറില്ല. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ മാസാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. പ്രശസ്ത എഴുത്തുകാരൻ ബഷീർ പേരുവളത്തുപറമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ മാസാചരണത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരൻ ബഷീർ പേരുവളത്തുപറമ്പ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ VP കിഷോർ, PTA പ്രസിഡന്റ് MK അനീഷ് കുമാർ, ബീന ലക്ഷ്മണൻ, അനുലക്ഷ്മി സുനീത് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ TK സലീം അധ്യക്ഷനായി. PV ഉല്ലാസ് സ്വാഗതവും C മനോജ് നന്ദിയും പറഞ്ഞു. അപ്പോൾ അവര് എൻ്റെ പേര് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, നിങ്ങളുടെ കഥ ഞങ്ങൾ പല സ്ഥലത്തും പ്രസംഗിക്കാൻ ഉപയോഗിക്കാറുണ്ട് ലഹരിക്കെതിരെയെന്ന്. അപ്പോൾ സോമൻ കടലിന്റെ കഥ ഇങ്ങനെയാണ്. വായനാ ദിനത്തിന്റെ ഭാഗമായി പൊന്നം ജോളി ലൈബ്രറിയും പൊന്നം UP സ്കൂളും സംയുക്തമായി വായനാ വസന്തം പരിപാടി സംഘടിപ്പിച്ചു. പൊന്നം UP സ്കൂളിലാണ് പരിപാടി നടന്നത്. ഭാഷാ ക്ലാസ് ഉദ്ഘാടനം റിട്ടയർഡ് അധ്യാപിക സാവിത്രി നിർവഹിച്ചു. പ്രധാനാധ്യാപിക ഷൈനി അധ്യക്ഷയായി. ശ്രീവത്സൻ മാസ്റ്റർ PN പണിക്കർ അനുസ്മരണം നടത്തി. മികച്ച വായനക്കാർക്കുള്ള അനുമോദനവും ലൈബ്രറി പുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനവും ഭാസ്കരൻ കൂരാർത്ത് നിർവഹിച്ചു. നവമി വയലേരി പുസ്തകം കൈമാറി. ജോളി ലൈബ്രറി പ്രസിഡന്റ് MV രതീഷ് സ്വാഗതവും സുജയ നന്ദിയും പറഞ്ഞു. പലരെയും അവര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് പറയാനുള്ളത് മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ ദിവസമായിട്ടാണ് നമ്മൾ ഈ 19-ാം തീയതി വായനാ ദിനം കേരളത്തിലുടനീളം കൊണ്ടാടുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, 2016 നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജൂൺ 19 വായനാ ദിനമായി പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെയൊക്കെ നമുക്ക് പറയാം, PN മേനോന്റെ ഓർമ്മ ദിനമാണ് നമുക്ക് പറയാം. അതിനെക്കുറിച്ചൊന്നും നമ്മൾ വിശദമായി പറയേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. കേരളത്തിലെ ഈ ഒരു വായനാ ദിനം ഇത്രമാത്രം സമുചിതമായി ആഘോഷിക്കുന്നു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. വിസ്മയം തീർക്കുവാൻ
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. തിരികെ വാർത്തകളിലേക്ക്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പാനൂർ ഉപജില്ലാ പ്രവർത്തനോദ്ഘാടനവും പുസ്തക പ്രകാശനവും ജൂൺ 28 ശനിയാഴ്ച വിളക്കോട്ടൂർ UP സ്കൂളിൽ നടക്കും. പരിപാടിയുടെ സംഘാടക സമിതി യോഗം ചേർന്നു. അധ്യാപകരുടെ കഥാസമാഹാരമായ കഥ പെയ്യുന്ന സ്കൂൾ വരാന്തകൾ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത്. പരിപാടിയുടെ സംഘാടക സമിതി യോഗം ബൈജു കേളോത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു അനുഭവം ഉളവാക്കുന്ന ഒരു വേദി കൂടിയാണ് വിദ്യാരംഗത്തിന്റെ ഉദ്ഘാടന പരിപാടി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രയും നല്ല മികച്ച രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ആസൂത്രണം ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മള് എല്ലാവരും ഇപ്പോൾ സുനിൽ മാസ്റ്റർ ഈ പദ്ധതിയെക്കുറിച്ചൊരു വിശദീകരണം നടത്തി. എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം അത് പറഞ്ഞതിന് ശേഷം എല്ലാവരുടെയും കൂട്ടായ ചർച്ചയിലൂടെ ഈ പരിപാടികൾ എങ്ങനെ ഏറ്റവും നല്ല ഗംഭീരമായി നടത്താം എന്നുള്ളത് നമ്മൾ ഇന്ന് തീരുമാനിക്കണം. നമുക്ക് നല്ല ഒരു ഉദ്ഘാടകനെയും ആ പരിപാടിയിൽ ആരൊക്കെ പങ്കെടുപ്പിക്കണം, വേദിയിൽ ആരൊക്കെ വരണം, കുട്ടികളുടെ ആരൊക്കെ പങ്കെടുക്കണം, അതുപോലെ ഏതൊക്കെ ശില്പശാലകൾ ഇവിടെ നടക്കും, ആ ശില്പശാലയിൽ ഏതൊക്കെ പ്രഗത്ഭർ പങ്കെടുക്കും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. വാർഡംഗം VP മനോജ് അധ്യക്ഷനായി. പാനൂർ BPC K സിമ്മി, HM ഫോറം സെക്രട്ടറി CK ബിജേഷ്, ഉപജില്ലാ കോർഡിനേറ്റർ KM സുനലൻ, ജില്ലാ കമ്മിറ്റി അംഗം T അരുൺകുമാർ, PTA പ്രസിഡന്റ് KK പ്രകാശൻ, പുസ്തകത്തിന്റെ ചീഫ് എഡിറ്റർ MT അനിത, KK മനോജ് കുമാർ, PP സുധീർ കുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ TK നജീബ് സ്വാഗതവും T ലിൻസി നന്ദിയും പറഞ്ഞു. ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് പഞ്ചായത്തിലെ SSLC+2 മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് വിജയോത്സവം പരിപാടി നടന്നത്. വിജയോത്സവം പരിപാടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഡീഷണൽ സൂപ്രണ്ടും പാലയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ KB സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഠിച്ചതാണ്. അതിന് മുമ്പ് സ്കൂളിൽ 1 മുതൽ 7 വരെ പഠിച്ചു. 8, 9, 10 പാലയാട് ഹൈസ്കൂളിലായിരുന്നു. 83-ലാണ് ഞാൻ SSLC കഴിഞ്ഞത്. അതിൽ നല്ല മാർക്ക് വാങ്ങിയിരുന്നു. 85 വരെ 83-85 ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രി ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് T അനിൽ അധ്യക്ഷനായി. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ പാലയാട് ഗവൺമെന്റ് ഹൈസ്കൂളിന് ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ ഉപഹാരം നൽകി. പാലയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം തരത്തിലെ 10 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തലശ്ശേരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ PP രാജേഷ് വിതരണം ചെയ്തു. ധർമ്മടം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CV പുഷ്പ, പാലയാട് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ലയ ടീച്ചർ PM പ്രഭാകരൻ മാസ്റ്റർ,
എം സജീവൻ മാസ്റ്റർ, PT സനൽകുമാർ, കൊക്കോടൻ ലക്ഷ്മണൻ, അജയ്കുമാർ മീനോത്ത്, PP നാസർ, നബീർ MK, AT രതീശൻ എന്നിവർ സംസാരിച്ചു. ധർമ്മടം ബാങ്ക് സെക്രട്ടറി ദിലീപ് വേണാടൻ സ്വാഗതവും ഡയറക്ടർ സനകൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. TM ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. TM ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് TK ഷാജ് മാസ്റ്റർ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതവും KM ബാലൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വലിയ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടിലെമ്പാട് ലൈബ്രറികൾ ഉയർന്നത്. ആ അർത്ഥത്തിൽ PN പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണല്ലോ നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ഭാഗത്ത് ഒരുപക്ഷെ മലബാറിന്റെ അത്ര പാനൂർ ഇരഞ്ഞിക്കുളങ്ങര LP സ്കൂളിൽ വായനാ പക്ഷാചരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം റിട്ടയർഡ് DEO CK സുനിൽകുമാർ നിർവഹിച്ചു. നമ്മൾ പത്രം വായിക്കണം, മറ്റ് പ്രസിദ്ധീകരണങ്ങളും വായിക്കണം. അത് ഏതെങ്കിലും ഒരു വായനാ ദിനത്തിലോ വായനാ പക്ഷാചരണത്തിലോ കൊണ്ടുപോകേണ്ട, മാത്രം കൊണ്ടുപോയിട്ട് നിർത്തിക്കളയേണ്ട ഒരു പരിപാടിയല്ല. നല്ല വായന നിങ്ങളെ ലഹരിയിലേക്ക് കൊണ്ടുപോകും. ഈ ലഹരി നെഗറ്റീവുമുണ്ട്, പോസിറ്റീവുമുണ്ട്. നമുക്ക് പോസിറ്റീവായ ലഹരിയെ നല്ല കളികളിലൂടെ, നല്ല ബന്ധങ്ങളിലൂടെ, നല്ല യാത്രകളിലൂടെ, നല്ല പഠന പ്രവർത്തനത്തിലൂടെ, നല്ല വായനയിലൂടെ നമുക്ക് ആരോഗ്യകരമായ ലഹരിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കണം. വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ച് നടത്തേണ്ടത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കടമയാണെന്ന് CK സുനിൽകുമാർ പറഞ്ഞു. സ്കൂളിലെ അമ്മ വായന പരിപാടിയുടെ ഉദ്ഘാടനം മദർ PTA പ്രസിഡന്റ് കൃഷ്ണ തുളസി, വൈസ് പ്രസിഡന്റ് ഗീതുവിന് പുസ്തകം നൽകിക്കൊണ്ട് നിർവഹിച്ചു. മധുരം മലയാളം പരിപാടിയുടെ ഭാഗമായി മുൻ പ്രധാനാധ്യാപിക T അനിത ഏർപ്പെടുത്തിയ പത്രവിതരണത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ PTA പ്രസിഡന്റ് ഏർപ്പെടുത്തിയ ഇംഗ്ലീഷ് പത്രത്തിന്റെ വിതരണവും ചടങ്ങിൽ നടന്നു. VP ചാത്തു മാസ്റ്റർ, T അനിത, കൃഷ്ണ തുളസി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ KP പ്രദീപൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി TM ബാബുരാജ് നന്ദിയും പറഞ്ഞു. KSSPU തലശ്ശേരി മുനിസിപ്പൽ ബ്ലോക്ക് കൺവെൻഷൻ പെൻഷൻ ഹാളിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSSPU തലശ്ശേരി മുനിസിപ്പൽ ബ്ലോക്ക് കൺവെൻഷന്റെ ഉദ്ഘാടനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി K രാധാകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. പ്രസിഡന്റ് K ഭാരതി അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം കുൽസൻ BV സംസാരിച്ചു. മുനിസിപ്പൽ ബ്ലോക്ക് സെക്രട്ടറി KK വിനോദ് കുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KP തങ്കം നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവുനായ ശല്യം അടിയന്തരമായി പരിഹരിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷനിൽ 2 കന്റോൺമെന്റ് പരിധിയിൽ 1 ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കും. ഷെൽട്ടർ ഹോമുകൾ 2 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കൂത്തുപറമ്പ് കായലോട് സദാചാര ആക്രമണത്തിൽ മനംനൊന്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ്. പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. നിത്യേന എത്തുന്നത് ആയിരക്കണക്കിന് ആളുകൾ. സഹോദരിയുടെ മകളെ അടിക്കുകയും തടയാൻ ശ്രമിച്ച വനിതാ പോലീസിനെ തള്ളിയിടുകയും ചെയ്ത കേസിൽ യുവതി അറസ്റ്റിലായത് വടക്കുംപാട് കാരാട്ടുകുന്ന് സ്വദേശിനി P റസീന. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.